പത്തനംതിട്ടയിൽ ഇത്തവണ CPM സ്ഥാനാർത്ഥിയായി അങ്കത്തട്ടിലിറക്കുന്നത് ആറന്മുള MLA വീണ ജോർജിനെയാണ്. ആദ്യമായാണ് വീണ ജോർജ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. പ്രളയകാലത്ത് വീണ ജോർജ് MLA നടത്തിയ പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പത്തനംതിട്ട വീണ ജോർജിലൂടെ LDF തിരിച്ചു പിടിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് വീണ ജോർജിനെ പറ്റിയാണ്. 1974 ഓഗസ്റ്റ് 3 പത്തനംതിട്ട കുമ്പഴ വടക്കിലാണ് വീണ ജോർജിന്റെ ജനനം. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള നിയമസഭാ അംഗമായ വീണ ജോർജ് കേരളത്തിൽ ഒരു വാർത്താ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാകുന്ന ആദ്യ വനിത കൂടിയാണ്. കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉടമസ്ഥതയിൽ തുടങ്ങിയ TV ന്യൂ എന്ന ചാനലിലൂടെയാണ് വീണ ഈ സ്ഥാനത്തെത്തുന്നത്. കൈരളി ചാനലിലൂടെയാണ് വീണ ടെലിവിഷൻ ജേർണലിസം ആരംഭിച്ചത്. തുടർന്ന് ഇന്ത്യ വിഷൻ ചാനലിന്റെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായി. റിപ്പോർട്ടർ TV തുടങ്ങിയപ്പോൾ മുതൽ അവിടെയും വാർത്താ അവതാരകയായി വീണ ഉണ്ടായിരുന്നു. അവിടെ നിന്നും മനോരമ ന്യൂസിലേക്ക് ചുവടുമാറ്റിയ വീണ TV ന്യൂ തുടങ്ങിയപ്പോൾ അതിന്റെ അമരക്കാരിയായി എത്തുകയായിരുന്നു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് വാർത്താ അവതരണത്തിലും വിശകലനത്തിലും വ്യത്യസ്ത മാനങ്ങൾ നൽകിയ വ്യക്തിയാണ് വീണ ജോർജ്. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള JC ഫൗണ്ടേഷൻ അവാർഡ്, 2011 മികച്ച ടെലിവിഷൻ അവതരണത്തിനുള്ള പുരസ്കാരം, ഏഷ്യ വിഷൻ വാർത്താ വിശകലനത്തിനുള്ള പുരസ്കാരം, മികച്ച വാർത്താ അവതരണത്തിനുള്ള 2010 സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, നീലേശ്വരം സുരേന്ദ്രൻ സ്മാരക പുരസ്കാരം, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക മികച്ച വാർത്താ അവതാരിക തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ബിഗ് 14.